ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നല്ല കോമ്പിനേഷൻ ആയിട്ട് ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കുറച്ച് മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പട്ടയാണ് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒരു 3-4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലെങ്കിൽ ഒരു 3 ഗ്രാമ്പും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 ഗ്രാമ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തതിന് ശേഷം ഇനി അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നാക്കി ചൂടാക്കി ചെറുതായിട്ട് നമ്മുടെ കറിവേപ്പില ഒന്ന് ചൂടാവില്ല, ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കസൂരി മേത്തിയാണ്. അപ്പോൾ അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാല എങ്ങനെ വെക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം വീണ്ടും ചെറിയ കഷ്ണം പട്ടയാണ് ഒരു 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ 2 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 2 വലിയ സൈസിലേക്കുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഗ്രേവി വന്നിട്ട് ഒരു 3 പേർക്കൊക്കെ അല്ലെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റില്ല, എന്തായാലും 3 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കളർ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ട് മസാല പൊടിച്ചത് ആ ജാറിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ കളറുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് തക്കാളി വന്നിട്ട് നമ്മൾ അരച്ചാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാനായിട്ടാണ്. നമ്മൾ കുറച്ച് കറി നമ്മൾ കഷ്ണങ്ങളാക്കി ഇടുന്ന സമയത്ത് ആ ഒരു തിക്നെസ്സും കുറച്ച് ആ ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇടുന്നതിനേക്കാൾ നമ്മളിങ്ങനെ പേസ്റ്റായിട്ട് ഒഴിക്കുമ്പോഴാണ് കുറച്ച് കൂടുതലായി കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിയുടെ പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി നമ്മുടെ തക്കാളി ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മസാല ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പൊടിച്ച മസാല പൊടി മൊത്തത്തിൽ അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാം വന്നിട്ട് ഈ കറിക്ക് ആവശ്യത്തിനനുസരിച്ച് പോലെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തത്. അത് തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിനി അത് പിന്നെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റായിട്ടുള്ള എരിവും എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാല ഓൾറെഡി നമ്മൾ ചൂടാക്കിയതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം, നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണ്ടത് അതിനാവശ്യമനുസരിച്ച് പോലെ വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ കറിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ ചൂടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഉണ്ടെങ്കിലാണ് ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തത്. അപ്പോൾ നമുക്ക് ഈ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ മസാലകളെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, എന്നാലും വെള്ളം ആവണ്ട. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മസാല നല്ല തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം എണ്ണയൊക്കെ നല്ല മുകളിലേക്ക് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ആയതിനു ശേഷമാണ് നമ്മൾ മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ഇട്ടിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. 2-3 മിനിറ്റെങ്കിലും മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് ഇറക്കിയാൽ അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറി റെഡിയാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തി എന്നല്ല മറ്റെന്തിനൂടെയും ഇത് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.